ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് ഇന്ന് ബീജ് വേദയുടെ ലാസ്റ്റ് പാർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ബീജിന്റെ സങ്കടമൊക്കെ തീരാൻ പോവാണ്. ज्ञानेंद्र ने बीज वेदा लिखा है. कविता का नाम है बीज वेदा. तो बीज वेदा वे बीज जो भकारी में बंद, खुंटलों में सहेजे, हंडियों में जुगोए, ദിനോ ദിൻ സൂക്തെ ദേഖ്തെ തേ മേഘ സ്വപ്ന. ഇതിപ്പോ ബൈ ഹാർട്ട് ആയിട്ട് കാണും അല്ലെ? ഈ ലൈൻസ് ഒക്കെ ഇത്ര പ്രാവശ്യം പറഞ്ഞു. छिलकती दोपहरिया में उठंगी देह की मूंधी आंखों से, उन्नीदे गेह के अनमोद घोरों से निकल कर खेतों में पीली तितलियों की तरह मंडराते थे. वे बीज अनन्य अन्नों के अकल बीज, अनादि जीवन परंपरा के अंतिम वंशज, भारत भूमि के अन्नमय कोश के मधुमेह प्राण तितलियों की तरह ही मार दिए गए. मरी पूर्वी तितलियों की तरह ही नायाब नमूने की तरह जतन से सांझों रखे गए हैं वे. वहां सुदूर पश्चिम के जीन बैंक में, बीज संग्रहालय में, सुदूर पश्चिम जो उतना दूर भी नहीं है, बस उतना ही जितना निवाले से मोह. सुदूर पश्चिम जो पुरातन मायावी स्वर्ग का है, अधुनातन प्रतिरूप, अनंत वन अनिद जहां से निकल कर आते हैं वे पुष्ट दुष्ट संकर बीज, फैलने फूलने. रासायनिक खादों और नाशों के जहरीले संयंत्रों की आयातित तकनीक आती है पीछे पीछे, तुम्हारा घर उखाड़ कर अपना घर भरने वाली आयातित तकनीक. यहाँ के अन्न जल में जहर भरने वाली शिशु मुख से लगी माँ की छाती के अमृतोपम दूध तक में कहर ढाने वाली भगैर कुहराम. ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തത് ഇതും എടുത്തിട്ടുണ്ട്. वे बीज भारत भूमि के अद्भुत जीवन विस्फुलिंग अन्नात्मा अनन्य, जो यहाँ बस बहुत बूढ़े किसान की स्मृति में ही बचे हुए हैं, दिनों दिन धुंधलाते, दूर से दूर तर खोए जाते निर्जल अतीत में. अब केवल किसकी स्मृति में ही है ये बीज? बूढ़े किसानों के स्मृति में ही है. വയസ്സായ കർഷകരുടെ ഓർമ്മയിൽ മാത്രമേ ഈ ബീജ് നിലനിൽക്കുന്നുള്ളൂ. നമുക്കൊന്നും അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയയും ഇല്ല. പറയുന്ന കേൾക്കാം പണ്ട് കാലത്തെ വിത്തിനെ പറ്റിയിട്ടൊക്കെ. ഓക്കെ, ഇപ്പൊ മ്യൂസിയത്തിലും കാണാം ഇത് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന വിത്താണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് നോക്കാം. जाते जाते हमें सजल आंखों से देखते हैं. जाते जाते हमें सजल आंखों से देखते हैं कि हाँ हमारे भी आंखें सजल, कि उन्हें बस अंजूरी भर ही जल चाहिए था जीते जी सिंचन के लिए, और अब तर्पण के लिए बस अंजूरी भर ही जल. वे नहीं है आधुनिक पुष्ट दुष्ट संकर बीज, क्रीम पाउडर की तरह देह में रासायनिक खाद कीटनाशक मले, बड़े बड़े भांतों के भाव जल के बात टब में नहाते लह लह. ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് നമ്മള് ബീജ് പോവുകയാണ്, എന്താ ഇനി തിരിച്ചു വരൂല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സീ ഓഫ് എല്ലാം ചെയ്യാൻ പോവില്ലേ?
അല്ലെങ്കിൽ ഇനി കാണൂല എന്ന് വിചാരിക്കുന്ന ഒരു സന്ദർഭം. ഓക്കെ, ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു വിഷമം, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ബീജിന് അറിയാം ഇനി ഞാനിനി ഇവിടത്തേക്ക് തിരിച്ച് വരില്ല എന്ന്. അപ്പൊ ജാത്തേ ജാത്തേ നമ്മൾ പോകുമ്പോ നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞു നോക്കൂലേ, ഇനി കണ്ടില്ലെങ്കിലോ, അല്ലെ, ആ ഒരു ഫീല്. ഓക്കെ, ജാത്തേ ജാത്തേ ഹമേ സജൽ ആങ്കോ സേ ദേഖേ ഹേ, തിരിഞ്ഞു നോക്കുകയാണ് അല്ലെ, ഒരു ഭയങ്കര നിർദ്ദയമായിട്ട്, ഭയങ്കര വികാരഭരിതമായിട്ട് നോക്കുകയാണ്. ഇനി കാണില്ലാലോ, ആ ഒരു അവസ്ഥ. ഓക്കെ, ഇനി ഞാൻ ഉണ്ടാവില്ലല്ലോ ഇവിടെ. ആ ഒരു വിഷമം ആ കണ്ണിൽ നമുക്ക് നിറഞ്ഞ് കാണാം. കി ഹാ ഹമാരെ ബി ആങ്കേ സജൽ, അങ്ങനെ ഒരു നോട്ടം അല്ലെ, അങ്ങനെ ഒരു കാഴ്ച, നമ്മൾക്കും നമ്മളുടെ കണ്ണും നിറഞ്ഞു പോവും ആ ഒരു നിമിഷം. ഓക്കെ, ബൈ ഹായ് ബൈ എന്ന് പറയുന്ന ഒരു സമയല്ലേ, ആ ഒരു ടൈമില് ഇനി കാണൂല എന്ന് ഉറപ്പിച്ചിട്ട് പോകുമ്പോ ആ ഒരു സങ്കടമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി എന്നെ ആരും ഇത് ഉപയോഗിക്കില്ലല്ലോ, എന്നെ കാണണ്ടിക്ക് തന്നെ എവിടെ കാണണം, ബാങ്കിലുണ്ടാവും, ബീജ് ബാങ്കിലല്ലേ, സംഗ്രഹാലയത്തില്. ബായ് ബായ് എന്ന് പറയുന്ന പോകുന്ന സമയത്തുള്ള സങ്കടമാണ് ഇവിടെ പറയുന്നത്. ജാത്തെ ജാത്തെ ഹമേ സജൽ ആങ്കോ സേ ദേഖ്തേ ഹേ कि हाँ हमारे भी आंखें सजल, कि उन्हें बस अंगूरी भर की जल चाहिए था. എന്നിട്ട് ആ ഒരു നിഷ്കളങ്കമായ കണ്ണിലൂടെ നമ്മളോട് ആശയങ്ങൾ പങ്കുവെക്കാണ്. എന്താ, എന്നെ എന്തിനാണ് പറഞ്ഞേക്കുന്നത്, അല്ലെ, എനിക്ക് കുറച്ച് വെള്ളമല്ലേ വേണ്ടുവേനും ജീവിക്കാൻ, എനിക്ക് അത് പോരെ. നിങ്ങളിപ്പം വളർത്തുന്നതോ വെള്ളം വാരി കുടിക്കുകയും ചെയ്യും, അതേപോലെ രാസായന വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യും. എന്തിനാ എന്നെ പറഞ്ഞേക്കുന്നത്, ഒന്ന് തിരിച്ചു വിളിച്ചൂടെ. ഓക്കെ, കുറെ ഫിലിമിലൊക്കെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ കാണാം. ഒന്നെന്നെ തിരിച്ച് വിളിച്ചൂടെ, ആ ഒരു ക്ലൈമാക്സ് സീനോ അല്ലെങ്കിൽ നടുക്കുള്ള ഏതെങ്കിലും ഒരു സീൻ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, അല്ലെ. അപ്പൊ പറയക്ക് ഹുനെ ബസ് എന്താ അഞ്ചൂരി ബർ ഹി ജൽ ചായേ, ഒരു കൈക്കുമ്പിള്, അല്ലെ, മീൻസ് മറ്റ് ബ്രീഡിനെ കാട്ടിയും വെള്ളം കുറവേ വേണ്ടു നമ്മളുടെ ഈ ഒരു ബീജിന്. ഓക്കെ, ഈ ഒരു സീഡിന് അതാ പറയുന്നത്, അത്രേ വേണ്ടു. അതിന്റെ കാല് മതി. ഇപ്പൊ 100% ആണ് വെള്ളം വേണ്ടിക്കല്, ഒരു 35-40% മതിയില്ലേ എനിക്ക്. ജീത്തേ ജി സീഞ്ചന് കേലിയേ, എനിക്ക് വളരാനും തടിച്ചു വളരാനും എല്ലാം ആ ഒരു വെള്ളം അത്രേ എനിക്ക് വേണ്ടു, എന്നെ പറഞ്ഞേക്കല്ലേ പ്ലീസ്. कि बस अंजूरी भर ही जल चाहिए था, എനിക്ക് അത്രയല്ലേ വെള്ളം വേണ്ടു. ജീത്തേ ജി സിഞ്ചൻ കെ ലിയേ, എനിക്ക് വളരാൻ അത്രയല്ലേ വേണ്ടു. और अब ഇപ്പോഴോ, ഞാൻ പോകുന്ന സമയത്ത്, അബ് തർപ്പൺ കെ ലിയേ ബസ് അഞ്ചൂരി ഭർ ഹി ജൽ, ഞാൻ പോകുന്ന സമയത്തും ഞാൻ അത്രയല്ലേ ചോദിക്കുന്നുള്ളൂ, ഒരു കവിള് വെള്ളം, അല്ലെ, ഒരു കൈക്കുമ്പിൾ വെള്ളം. ഓക്കെ, ഇവിടെ എന്താ, തർപ്പണം, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തർപ്പണം ചെയ്യുന്ന സമയത്ത് ഒരിത്തിരി വെള്ളം എന്താ ഒഴിച്ചു കൊടുക്കും, വായില് അരി ഇട്ട് കൊടുക്കും, അല്ലെ. അത് ഒരു ഹിന്ദു എന്താ റിലീജിയൻസിന്റെ ഒരു രീതിയാണ്. ഓക്കെ, എല്ലാ മതപ്രകാരത്തിന്റെ രീതികൾ ഉണ്ടാവും, വ്യത്യസ്തമായിരിക്കുന്നേ ഉണ്ടാവും. അപ്പം പറയാണ് ഒരു തുള്ളി വെള്ളം, ആ ഒരു വെള്ളം അല്ലേ ഇപ്പോഴും എനിക്ക് ആവശ്യമുള്ളൂ, ഞാൻ പോവുമല്ലേ, ഇപ്പോഴും ഞാൻ അത്ര ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഒരു തുള്ളി വെള്ളം മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. എന്നെ കൊണ്ട് ഒരിക്കലും ഒരാൾക്കും ഒരു കാലഘട്ടത്തിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഓക്കെ, എന്നെ കൊണ്ട് ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ബേർഡൻ ആയിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്തും എനിക്ക് കുറച്ച് വെള്ളമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മരിച്ചപ്പോഴും എനിക്ക് കുറച്ച് വെള്ളം മാത്രം മതി, ആവശ്യമുള്ളൂ. ബസ് അഞ്ചൂരി ബർഹി ജൽ, തർപ്പൺ, മരിച്ചു കഴിഞ്ഞാല് തർപ്പണം ചെയ്യൂലേ, അതിന്റെ ക്രിയകള്. ഓക്കെ,
ആ സമയത്തും എനിക്ക് കുറച്ച് വെള്ളം മാത്രം. ഇപ്പം എന്നെ എന്താ ഞാൻ പോവുകയല്ലേ, അപ്പൊ തർപ്പണം ചെയ്തിട്ട് എന്താ ഒഴിവാക്കുകയാണ്. ഓക്കെ, കവി സങ്കല്പിക്കുകയാണ്. വേ നഹി ഹേ ആധുനിക് പുഷ്ട ദുഷ്ട സങ്കർ ബീജ്. പക്ഷെ അങ്ങനെയല്ല, എന്നെ പോലെ അല്ല കേട്ടോ. പോകുമ്പം പറയാം, എന്നെ പോലെ അല്ല കേട്ടോ, ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് വിചാരിച്ച് ഈ വരുന്നയാള് അത്ര നല്ലതൊന്നും അല്ല, ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമ്മള് വാർണിംഗ് തരുകയാണ്. വേ നഹി ഹേ ആധുനിക് പുഷ്ട ദുഷ്ട സങ്കർ ബീജ്. ദുഷ്ടൻ, പുഷ്ടം എന്ന് വെച്ചാൽ നല്ല എന്താ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ദുഷ്ടനുമാണ്. സങ്കര ബീജ്, ആധുനിക് ഈ കാലഘട്ടത്തിലെ ബീജ് എന്നെ പോലെ അല്ല കേട്ടോ, കുറച്ചൊന്ന് ശ്രദ്ധിച്ചോളൂന്ന് പറയാണ്. ക്രീം പൗഡർ की तरह देह में रासायनिक खाद कीടനാശक മലേ. കാണാൻ നല്ല ഭംഗിയാണ് അല്ലെ, പോളിഷ് ചെയ്ത പോലെ, ക്രീമും പൗഡറൊക്കെ ഇട്ട പോലെ നല്ല ഭംഗിയാ കാണാൻ. അതിന് നല്ല മനോഹരം, നല്ല എന്താ കീടങ്ങൾ വന്ന് തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കീടനാശിനികളും. കീടനാശിനികൾ എന്തിനാ ഉപയോഗിക്കുന്നത്? മറ്റു കീടങ്ങൾ വന്ന് തിന്നുന്നോണ്ട് അല്ലെ, അതേപോലെ കിട്ടണ്ടിട്ട്. കുറച്ച് തിന്നു പോയാൽ എന്താ, ബാക്കി മതിയില്ലേ നമുക്ക് അല്ലേ. അപ്പൊ പറയാണ്, ക്രീം പൗഡർ की तरह देह में रासायनिक खाद എന്താ കീടനാശക് മലേ ഹേ. തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്, ശ്രദ്ധിക്കണം കേട്ടോ. പോകുമ്പോ പറയാണ്, കുറച്ച് കാര്യങ്ങൾ പറയാണ്, എന്നെ പോലെ അല്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം, ആള് വിഷാണ്. കാണാൻ നല്ല, ഞാൻ അത്ര കാണാൻ രസമൊന്നും ഇല്ലെങ്കിലും ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എന്നെ കഴിച്ചാല് വലിയ പ്രശ്നങ്ങളും ഉണ്ടാവൂലായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ നമ്മളോട് പറയാണ് പോന്നേ മുമ്പില്. ओके, बड़े बड़े बांधों के डुबाव जल के बात टब में नहाते ലഹ്ലഹേ. ഇപ്പൊ ഉള്ള ആൾക്കാര് വെള്ളത്തിന്റെ മഹത്വത്തെ പറ്റി മനസ്സിലാക്കാണ്ട്, നമുക്ക് കുളിക്കാൻ നമ്മള് എന്താ ഒരു തൊട്ടിയില് എടുത്ത് കുളിക്കുകയാണെങ്കിൽ അത്രയും വെള്ളം വേണ്ടു. ഒരു ഷവറിൽ കുളിക്കുകയാണെങ്കിൽ നമുക്ക് തിരിയൂല വെള്ളം എത്ര പോകുന്നത്. അതേപോലെ ഈ ടബില്ലേ, ബാത്ത് ടബിലും ഭയങ്കര വെള്ളം കൺസ്യൂം ചെയ്യും. പുതിയ പുതിയ മോഡേൺ രീതികള് നമ്മളുടെ നാട്ടില് വരുന്ന അനുസരിച്ച് നമ്മളുടെ ആവശ്യങ്ങളും കൂടി വരികയാണ്. വെള്ളത്തിന്റെ അളവ് കൂടി വരികയാണ്. ഇനിയൊരു യുദ്ധം ഉണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ, അതറിയുന്ന കാര്യമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം എന്താ പറയുന്ന കവി, അനാവശ്യമായിട്ടാണ് ഇപ്പം വെള്ളം യൂസ് ചെയ്യുന്നത്. അനാവശ്യമായിട്ട് വെള്ളം എന്താന്ന് നമുക്ക് ജസ്റ്റ് ആ ബക്കറ്റിൽ കോരി കുളിക്കാന് പറ്റുന്നതിന്റെ പകരം പണ്ടത്തെ രീതി മാറ്റിയിട്ട് ഇപ്പം എല്ലാരും എന്താ ബാത്ത് ടബിലൊക്കെയാണ് കുളിക്കുന്നത്. ഓക്കെ, അത് നമ്മളൊന്ന് കളിയാക്കി പറഞ്ഞതാണ്. അത്രേ വെള്ളം വേണ്ടു ആർക്ക്, നമ്മളുടെ പരമ്പരാഗതമായ വിത്തിന്. ഇപ്പോഴോ അതിന്റെ പകരം നമുക്ക് ഭയങ്കര കാണാൻ നല്ല ഭംഗിയും അല്ലെ, നല്ല ക്രീമും പൗഡറൊക്കെ തേച്ച് നമ്മളെ ഇപ്പോഴത്തെ കോസ്മെറ്റിക്സും അറിയില്ലേ അതിന്റെ കാര്യങ്ങളൊക്കെ. നമ്മളുടെ ഒരു ശാലീന്യ സൗന്ദര്യം ഒന്നും ഇപ്പം കാണാനില്ല അല്ലെ. നാടൻ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി സ്ട്രൈക്ക് ചെയ്തിട്ട് പല മുടീനെ പല കോലത്തിലാക്കിയിട്ട് നടക്കുന്ന കാണുമ്പോൾ അതൊക്കെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആണ് അല്ലെ. നമുക്ക് ആ മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്യാണ്. ആ ക്രീമൊക്കെ ഇപ്പൊ നമ്മള് തേച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്കത് ശരിയാവുമെന്ന് വെച്ചാൽ നമ്മളെ മുഖം ശരിയാവും. ഒന്നിക്കല് എന്താ അതിന്റെ സൈഡ് എഫക്റ്റ് വരും. അവിടെയുള്ള ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ചുള്ള കോസ്മെറ്റിക്സ് അല്ലെ ക്രീംസ് ആണ് അവര് അവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മള് കറക്റ്റ് ആയിട്ട് അത് ശ്രദ്ധിക്കണം. നമ്മളുടെ ക്ലൈമറ്റിന് സൂട്ട് ആവുമോ അതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത് കളിയാക്കിക്കൊണ്ട് പറയാണ്, ബടേ ബടേ ബാന്തോ കെ ഡുബാ ജൽ കെ ബാത്ത് ടബ് മേ നഹാത്തെ.
ലഹ ലഹേ, അങ്ങ് സന്തോഷിക്കുകയാണ്. ചെറിയ ഒരു ബക്കറ്റില് തീരേണ്ട കാര്യമേ ഉള്ളൂ ആ ഒരു കുളി. ഇപ്പോഴോ, അല്ലെങ്കിൽ നമ്മള് എന്താ ഒരു കനാലിലോ അല്ലെങ്കിൽ പുഴയിലോ പോയിട്ട് കുളിക്കുന്ന ആ വെള്ളം അവിടെ തന്നെ ഉണ്ടാവും, ഒഴുകി പോവുകയും ചെയ്യും. ഇപ്പൊ വാട്ടർ ബില്ലുള്ള അതെന്താ വേസ്റ്റ് ആയി പോവുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളുടെ ബീച്ച് വേദ ഇവിടെ തീർന്നിരിക്കുന്നു. നമുക്കിനി പരമ്പരാഗതമായ ബീജിനെ സംരക്ഷിക്കാൻ വേണ്ടി, അപ്പൊ ഈ കവിതകളൊക്കെ എഴുതുമ്പോഴാണ് ആരുടെ ശ്രദ്ധയിൽപ്പെടുക? സാധാരണ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുക. ശരിയാണല്ലോ ഈ പറയുന്നത്, കവി പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. നമ്മൾ എന്തിനാ പുറമേ ഉള്ള ആൾക്കാരെ കോപ്പി ചെയ്യുന്നത്? നമ്മൾ എന്തിനാ പഴയ രീതികള് മറന്നുകൊണ്ട് ജീവിക്കുന്നത്? അങ്ങനെയൊക്കെ തോന്നിപ്പിക്കും നമ്മളുടെ മനസ്സിൽ. ഓക്കെ, അപ്പൊ ഇത് നമ്മളുടെ സർക്കാരോ അല്ലെ വേണ്ടപ്പെട്ട അധികാരികളോ ഇത് കേട്ടാലോ ഇത് മനസ്സിലാക്കിയാലോ അവര് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് അടുത്ത നോക്കാനുള്ളത്. ഇത് ഈ കിർഗിഡ് എന്നാ ഇതിന് പറയാം, ഈ ഒരു ജീവിക്ക് കിർഗിഡ്. ഈ കിർഗിഡ് നമ്മൾ കഴിഞ്ഞ 2-3 മാസം മുമ്പിൽ ഈ കിർഗിഡിനെ പറ്റി പേപ്പറിലും ന്യൂസിലെല്ലാം കണ്ടതാണ്. ഓർമ്മയുണ്ടോ? കിർഗിഡ് രാജസ്ഥാന് ഭാഗങ്ങളില് ഒക്കെ ഈ കിർഗിഡിന്റെ ശല്യം കൊണ്ട് കർഷകർ എന്താ ദുഃഖിക്കുകയാണ്. ഇത് ഒരുമിച്ച് വന്ന് ആക്രമിക്കുന്ന സാധനമാണ്. ഇത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഉണ്ടാവില്ല. കണ്ടിട്ടുണ്ട്, അതാണ് സ്ഥിതി. വന്നു കഴിഞ്ഞാല് അതിങ്ങനെ പെരുകി 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 ഒരു ഫിലിമിൽ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു തമിഴ് ഫിലിമാന്ന് തോന്നുന്നു, പെണ്ണും ആണും അതെന്തോ. ഓക്കെ, അപ്പൊ ഇത് എന്താ സൗണ്ട് കേട്ട് കഴിഞ്ഞാലെങ്കിലും അത് ഈ വയലിൽ നിന്നൊക്കെ ഓടി പോകുന്നാ പറയുന്നത്. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് പോവുകയില്ല, കൃഷിനെ നശിപ്പിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ, അപ്പൊ പ്രകൃതിനെ നമ്മൾ എങ്ങനെ ചൂഷണം ചെയ്യുന്നു, മനുഷ്യന്മാരെ അങ്ങനെ വേറെ രീതിയിലും ചൂഷണം ചെയ്യുന്നു അല്ലെ? എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് എന്തായാലും തിരിച്ച് കിട്ടും. അത് വേറെ വേറെ രീതിയിലായിരിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മള് കേരളത്തില് എൻഡോസൾഫാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. അപ്പൊ അടുത്ത നമുക്ക് നോക്കാം, പരമ്പരാഗത കൃഷി വികാസ് യോജന. എന്തൊക്കെയാണ് യോജനകള്? ओके, सरकार भारत की कृषि एवं सहकारी विभाग द्वारा वर्ष 2015-16 से नई परंपरागत कृषि विकास योजना की शुरुआत. ഇപ്പൊ ഇങ്ങനത്തെ കുറെ, ഇത് മാത്രമൊന്നുമല്ല, ഇതേപോലെ തന്നെ കുറെ ലേഖകന്മാര് ഈ പരമ്പരാഗത കൃഷിനെ പറ്റിയിട്ട് കവിതകൾ എഴുതിയിട്ടുണ്ട്. കവിതകൾ മാത്രമല്ല കേട്ടോ, ലേഖനങ്ങളും കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചിട്ടും അതിനെപ്പറ്റി അറിഞ്ഞിട്ടും അതിന്റെ ചിലപ്പോ സെമിനാർ ഉണ്ടാവും, അതിനെ പറ്റിയിട്ട് ഒരു വർക്ക്ഷോപ്പ് എല്ലാം നടക്കും. ഓക്കെ, ഡിസ്കഷൻ ഉണ്ടാവും, ഡിബേറ്റ്സ് ഉണ്ടാവും. അതൊക്കെ നടത്തി കഴിഞ്ഞാല് അവര് ഒരു തീരുമാനം എടുക്കും. ഓക്കെ, നമുക്ക് ഇന്നേതൊക്കെ ചെയ്യാം. യോജന എ ക്ലസ്റ്റർ ആധാരിത് കാര്യക്രം, ക്ലസ്റ്റർ ആയിട്ട് അവര് തീരുമാനിച്ചു ഇന്നേ കാര്യങ്ങളൊക്കെ ചെയ്യണം. इसके माध्यम से सरकार द्वारा जैविक खेतों को बढ़ावा देने के लिए किसानों को प्रोत्साहन दिया. ഓർഗാനിക് ഫാമിംഗ്, അതിന് വേണ്ടിയിട്ട് കർഷകർക്ക് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റ് റെഡിയായി. ഓക്കെ, നിങ്ങൾ ഇനി ഓക്കെ ഇത് യൂസ് ചെയ്യണ്ട, വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഓർഗാനിക് ഫാമിംഗ് ഒക്കെ ആവാന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന്. योजना राष्ट्रीय सत्ता कृषि मिशन के अंतर्गत मृदा व्यवस्था प्रबंधन का एक घटक जैविक कृषि की पहली व्यापक स्कीम. ജൈവിക് കൃഷിയുടെ ആദ്യ വ്യാപകമായിട്ടൊരു സ്കീം തയ്യാറാക്കി. യോജന की प्रभावी क्रियान्वयन राज्य सरकार की जिम्मेदारी. 50 एकड़ का क्षेत्र एक क्लस्टर हो गया. ഏക്കറാണ്, ഏക്കർ. ഓക്കെ, അത് ഹിന്ദിയിലെ ഏക്കർ എന്ന് പറയാം. അപ്പൊ 50 ഏക്കർ ഭൂമി ഒരു ക്ലസ്റ്റർ ആക്കി മാറ്റി അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഓക്കെ,
एक क्लस्टर में 50 या उससे अधिक कृषक होंगे शामिल. ഒരു ക്ലസ്റ്ററിൽ 50ൽ കൂടുതൽ കർഷകർ ഇത് ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. ഓക്കെ. तीनों वर्षों के दौरान जैविक खेती का हत. ഇപ്പം എത്രയായി? 10,000 ക്ലസ്റ്റർ बनाने का ഉണ്ടാക്കാനുള്ള ലക്ഷ്യം ഇവരുടെ ലക്ഷ്യം. ഓക്കെ. അപ്പൊ ആദ്യം ജസ്റ്റ് 50 ഏക്കർ ഒരു ക്ലസ്റ്റർ ആക്കി മാറ്റി. ഇനി എത്ര ക്ലസ്റ്റർ ആക്കണം? 10,000 ക്ലസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞാല് കുറെയൊക്കെ നമ്മളുടെ പ്രശ്നങ്ങളിൽ ഈ കൃഷിയിൽ മാറ്റങ്ങൾ വരും എന്നാണ് പറയുന്നത്. യോജനാക്ക പ്രഭാവി അത് നോക്കിയതാ അല്ലെ. प्रमाण सर्टिफिकेशन पर खर्चा के लिए किसानों पर कोई दायित्व नहीं. योजना के तहत हर किसान को 3 वर्षों में प्रति एकड़ 20,000 रुपए देने का प्रावधान. അപ്പൊ ഒരു വർഷം 20,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും അത് കലാമിറ്റി വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കർഷകര് പേടിക്കണ്ട. അങ്ങനെ എന്താ വെച്ചാ സബ്സിഡി ഉണ്ട്. ഗവൺമെന്റ് ഇപ്പൊ പൈസ ഇറക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് എഴുതിത്തള്ളും. കാർഷിക ലോൺ എഴുതിത്തള്ളും എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ? ആ ഒരു രീതിയിലേക്ക് മാറ്റി. ഫസലോं का पैदावार बीज खरीदने और उपज को बाजार में पहुंचाने के लिए रुपयों का प्रयोग. അപ്പൊ 20,000 രൂപ ഇവർക്ക് ബീജ് വാങ്ങിക്കാനും ഇത് എന്താ ടൗണിലേക്ക് എത്തിക്കാനും ഈ വിളവ് ടൗണിലേക്ക് എത്തിക്കാനുള്ള ഒരു സഹായമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. किसानों को जैविक खेती के लिए प्रोत्साहन करना, कृषि में बढ़ते हुए रासायनिक खाद और कीटनाशकों के उपयोग को नियंत्रित करना. ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗവൺമെന്റ്. കീടനാശിനികളും രാസായനിക പദാർത്ഥങ്ങളും ഉപയോഗത്തിന്റെ നിയന്ത്രിക്കുക. जैविक उत्पादनों को प्रमाणीकरण और विपणन എന്ന് വെച്ചാൽ ബിസിനസ്, വിപണൻ को प्रोत्साहन करना. ओके. അപ്പൊ प्रामाणिक जैविक खेती के माध्यम से वाणिज्य जैविक उत्पादन को बढ़ावा देना. നമ്മള് ഇപ്പൊ ജൈവ പച്ചക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോള് തുടങ്ങിയിട്ടില്ലേ? ഉപജ് കീടനാശിനി അതിൻ്റെ അകത്ത് എഴുതിയിട്ടും ഉണ്ടാവും അല്ലെ? കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത പച്ചക്കറികളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേറെ തന്നെ പച്ചക്കറിയുടെ സ്റ്റോർ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഉപജ് കീടനാശക് मुक्त हो जो उपभोक्ता के अच्छे स्वास्थ्य को बढ़ावा देने में योगदान देगा. നല്ല ഹെൽത്ത് എന്താ വെച്ചാൽ ഇത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കീടനാശിനികളെല്ലാം കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവും. കിസാനോ കി ആയ് മേ ബഡോത്തരി കരേഗ. അവരുടെ പെൻഷനും കാര്യങ്ങളും അവർക്ക് കൊടുക്കേണ്ട എന്താ പറയാ സബ്സിഡിയും അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തും. വ്യാപാരിയോ കേലിയെ സംഭാവിത് ബാസാർ ദേങ്കെ. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്താ ബിസിനസ് ചെയ്യാൻ, നേരിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും. उत्पादन आघात के लिए प्राकृतिक संसाधन जुटाने के लिए किसानों को प्रेरित करेगा. ഉത്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കും. ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റ് ഈ പരമ്പരാഗത കൃഷി രീതി വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കുക. താങ്ക് യു.